പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പുകളാണ് GDRF താമസ കുടിയേറ്റകാര്യ വകുപ്പ് നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പൊതുമാപ്പിന്റെ ഭാഗമായിട്ട് ഔട്ട് പാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഔട്ട് പാസ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഇവിടെ ആ ഔട്ട് പാസ് ക്യാൻസൽ ചെയ്ത് ആ ജോലിയിൽ പ്രവേശിക്കാം. ഇതുവരെ ഔട്ട് പാസ് ലഭിച്ചിട്ടുള്ള ആളുകൾ രാജ്യം വിടണം 14 ദിവസത്തിനുള്ളിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ രാജ്യം വിടുന്നതിന് പകരം അവർക്ക് പുതിയൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ അവർക്ക് പ്രവേശിക്കാം. If you got the out pass because you didn't find a visa and still you didn't travel but you have the opportunity or you have a job offer, it's fine. Go apply for the work permit and we will cancel the out pass and we will change it. രണ്ടാമത്തെ കാര്യവും 14 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം അത് എടുത്തു കളയുകയാണ്. Previously it was 14 days. Today we change it. It's till the end of the amnesty. So directly when you will issue the out pass, you can leave the country before the end of the amnesty. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് അറിയിക്കുന്നത്. ഇത് രണ്ടും രാജ്യവ്യാപകമായി UAE-യിലുള്ള എല്ലായിടത്തും ഇത് ബാധകമാണ്. അതോടൊപ്പം തന്നെ 86 ആമർ സെന്ററുകൾ വഴിയാണ് ഇപ്പോൾ സേവനം നൽകുന്നത്. താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെയും ICP-യുടെയും ഓഫീസുകൾ കേന്ദ്രങ്ങൾ ഒഴികെ ഉള്ള 86 ആമർ സെന്ററുകൾ വഴി ഇതുവരെ 19,000-ഓളം പേർ സേവനം പ്രയോജനപ്പെടുത്തി എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ദുബായിലെ ആമർ സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.